This program brought to you by कल्याण ज्वेलर्स, अब ओक ट्री रोड, न्यू जर्सी में। Lawson Travels, where experience meets excellence. ലക്ഷ്മി സിൽക്സ്, TB റോഡ്, കോട്ടയം. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ വ്യൂവേഴ്സെ ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് ഓർ എനി സ്മാർട്ട് ടെലിവിഷൻ. കഴിഞ്ഞ 11 വർഷമായി ലോങ് ഐലൻഡിൽ പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയായ എക്കോ അതിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി മുതിർന്ന പൗരന്മാർക്കായി ന്യൂഹൈഡ് പാർക്കിൽ നടത്തിവരുന്ന സീനിയർ വെൽനസ് പ്രൊജക്ടിന്റെ രണ്ടാമത് ലൊക്കേഷൻ ലെവി ടൗണിൽ ആരംഭിക്കുന്നതിനുള്ള പുതിയ ചുവടുവയ്പ്പിലേക്ക് നീങ്ങുന്നു. ലോങ് ഐലൻഡ് ലെവി ടൗണിലെ സെന്റ് തോമസ് മലങ്കര ഓർത്തഡോക്സ് പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ ജനുവരി 28 ചൊവ്വാഴ്ച 4 മണിക്ക് രണ്ടാമത്തെ സീനിയർ വെൽനസ് ലൊക്കേഷന്റെ പ്രവർത്തന ഉദ്ഘാടനം നടത്തപ്പെടുന്നതാണ്. ജനുവരി 21 ചൊവ്വാഴ്ച പ്രവർത്തന ഉദ്ഘാടനം നടത്തുന്നതിന് തയ്യാറെടുത്തിരുന്നെങ്കിലും ലോങ് ഐലൻഡിലെ പ്രതികൂല കാലാവസ്ഥ മൂലം ജനുവരി 28ലേക്ക് ഉദ്ഘാടന ചടങ്ങ് മാറ്റുകയായിരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകി 2013 ഏതാനും ചില സുഹൃത്തുക്കൾ ചേർന്ന് ന്യൂഹൈഡ് പാർക്കിൽ രൂപീകരിച്ച് എക്കോ ഇന്ത്യയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലുമായി വിവിധ പ്രൊജക്ടുകൾ ഇതിനോടകം നടപ്പിലാക്കി. 2018 വൻ നാശം വിതച്ച കേരള പ്രളയക്കെടുതിയിൽ വീടുകൾ നഷ്ടപ്പെട്ട 30 പേർക്കാണ് കോട്ടയം കുമരകത്ത് കോട്ടയം റോട്ടറി ഡിസ്ട്രിക്റ്റുമായി സഹകരിച്ച് പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകിയത്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ അർഹരായ 50ഓളം ഭവനരഹിതർ വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിഡ് ചിറമേൽ അച്ഛനുമായി സഹകരിച്ച് കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്ക് സാമൂഹിക സേവന താൽപര്യം വർദ്ധിപ്പിക്കുന്നതിനായി മദർ തെരേസ സേവന അവാർഡ് രൂപീകരിച്ച് ക്യാഷ് അവാർഡുകൾ നൽകി വരുന്നു. കേരളത്തിൽ ഒരു നേരത്തെ ഭക്ഷണത്തിനായി വലയുന്നവർക്ക് ഭക്ഷണം നൽകുന്ന പദ്ധതിയായ ഹങ്കർ ഹട്ട് എന്ന പദ്ധതി ചിറമേലച്ചന്റെ മേൽനോട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എക്കോ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് എന്ന പേരിൽ കഴിഞ്ഞ 3 വർഷമായി $2500 വീതം ക്യാഷ് അവാർഡ് നൽകി വരുന്നു. ദീർഘകാലത്തെ ഔദ്യോഗിക ജീവിതത്തിനു ശേഷം വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ധാരാളം മുതിർന്ന പൗരന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരിൽ ചിലരൊക്കെ സ്വന്തം ഭവനങ്ങളിൽ ഏകാന്തത ജീവിതം നയിക്കുന്നവരാണ്. മുതിർന്ന പൗരന്മാരിൽ പലരും സാമൂഹിക സംഘടനകളുമായി അകലം പാലിച്ച് സ്വഭവനത്തിൽ കഴിയുന്നവരാണ്. അങ്ങനെയുള്ളവരെ ഏകോപിപ്പിച്ച് ആഴ്ചയിൽ ഒരിക്കൽ അവർക്ക് ഒത്തുചേരുന്നതിനും അവരുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യ പരിപാലനത്തിനായി യോഗയും എക്സസൈസും ചെയ്യുന്നതിനും വിജ്ഞാനപ്രദമായ പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിനും അവസരമൊരുക്കുകയാണ് പ്രാദേശികമായി 2023 മുതൽ എക്കോ ചെയ്തു വരുന്നത്. അതിനായി ന്യൂഹൈഡ് പാർക്കിലെ കിൻഡൻ ജി മാർട്ടിൻ ഹാൾ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 7 വരെ ഉപയോഗിച്ചു വരുന്നു. എന്നാൽ മലയാളി സമൂഹം കൂടുതലായി ഈസ്റ്റ് മെഡോ, ഹിക്സ്വിൽ, ലെവി ടൗൺ എന്നീ ഭാഗങ്ങളിലായി താമസിക്കുന്നുണ്ടെന്നും അവരിൽ പലർക്കും ന്യൂഹൈഡ് പാർക്കിൽ എത്തിച്ചേരുന്നതിനുള്ള അസൗകര്യം ഉണ്ടെന്നും മനസ്സിലാക്കി എക്കോ ചുമതലക്കാർ ലെവി ടൗണിൽ രണ്ടാമത്തെ ലൊക്കേഷൻ സീനിയർ വെൽനസ് പ്രൊജക്ടിനായി കണ്ടെത്തുകയാണ്. എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 4 മുതൽ 7 വരെ ലെവി ടൗണിലും എല്ലാ വെള്ളിയാഴ്ചയും 3:30 മുതൽ 7 വരെ ന്യൂഹൈഡ് പാർക്കിലും മുതിർന്ന പൗരന്മാർക്കും സീനിയർ വെൽനസ് പരിപാടി സൗജന്യമായി നടത്തുന്നു. എല്ലാവരും ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി അവരുടെ ആരോഗ്യ പരിപാലനം നടത്തണമെന്ന് സംഘാടകർ ആഗ്രഹിക്കുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.